Okay, Google, light on. Okay. Okay, Google, light off. Okay. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോകളുമായി ഞാൻ നിങ്ങളിലേക്ക്. ഹലോ ഗൈസ്, ഇൻഫിനിറ്റിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിലെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ലൈറ്റ്സ് ഓൺ ലൈറ്റ്സ് ഓഫ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലെ ലൈറ്റും ഫാനും, അതായത് ലൈറ്റ് മറ്റ് ഫാന് ഗ്രഹോപകരണങ്ങൾ എങ്ങനെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് ആ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുമ്പ് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് മൊബൈലിലെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് മൊബൈലിൽ നിന്ന് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുന്ന ഹോം അപ്ലയൻസസിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മൾ ചെയ്തത് ഓർഡിനോ എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് Nodmcu എന്ന് പറയുന്ന വൈഫൈ ചിപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വൈഫൈ കണക്ട് ചെയ്തുകൊണ്ട് ബ്ലിങ്കിൻ്റെ ക്ലൗഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വേറെ ഒന്നും തന്നെ പറയാനില്ല, നമുക്ക് നേരെ വീഡിയോ പോയിട്ട് ഈ പ്രൊജക്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ പ്രൊജക്റ്റിലേക്ക് പോകാം. ഇതാണ് ബ്ലിങ്കിൻ്റെ ആപ്പ്. ഞാൻ ബ്ലിങ്കിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലിങ്ക് ഓപ്പൺ ചെയ്യാം. അതിൽ ലോഗിൻ കൊടുക്കുക. ഞാൻ ലോഗിൻ കൊടുത്തു. എൻ്റെ ഓൾറെഡി ഇമെയിൽ ഐ ഡിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പം ലോഗിൻ ചെയ്തതിന് ശേഷം ഓൾറെഡി ഞാൻ ചെയ്ത പ്രൊജക്റ്റുകളുടെ ഇവിടെ കിടപ്പുണ്ട്. അതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന്. അതിൽ നിങ്ങൾ ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. ന്യൂ പ്രൊജക്റ്റിനകത്ത് പ്രൊജക്റ്റ് നെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് LED എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബോർഡ് സെലക്ട് ചെയ്യണം. ബോർഡ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ Nodmcuലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ Nodmcu ബോർഡ് സെലക്ട് ചെയ്യുക. അതിൽ വൈഫൈ ആണ് നമ്മൾ ചെയ്യുന്ന കണക്ഷൻ. അപ്പം ഞാൻ വൈഫൈ കണക്ഷൻ കൊടുത്തു. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ എന്തുകൊണ്ട് ടോക്കൺ സെൻഡ് ടു ഏത് രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി ആണോ അതിലേക്ക് നമ്മുടെ ടോക്കൺ സെൻഡ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ടോക്കൺ കിട്ടുക. അതായത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ചെല്ലുക. ഇമെയിൽ ഐ ഡിക്കുള്ളിൽ നിങ്ങൾക്ക് ടോക്കൺ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻവിറോൺമെൻറ്റ് വന്നു. അതിനകത്ത് നമ്മൾ ഈ പ്ലസ് ബട്ടൺ ഞെക്കുക. അതിനകത്ത് എന്താണോ ആഡ് ചെയ്യേണ്ടത്, അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ ബട്ടണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബട്ടൺ എടുത്തു. ആ ബട്ടൺ എടുത്തതിന് ശേഷം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് പിന്ന് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിൽ പിന്ന് ഡിജിറ്റൽ പിന്നാണ്. ഡിജിറ്റൽ പിന്നിൽ ഞാൻ D3 കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ D3 എടുത്തു. ഓക്കെ കൊടുത്തു. അതിൽ എൻ്റെത് 0 വരുമ്പോൾ ഓൺ ആവുന്ന ലോ സ്റ്റേറ്റ് ആക്ടിവേഷനുള്ള റിലേ മൊഡ്യൂൾ ആയതുകൊണ്ട് ഞാൻ 1ൽ നിന്നും 0ലേക്ക് സ്വിച്ച് ചെയ്യുന്നു. അതായത് 1 ആകുമ്പോൾ ഓഫ് ആയിരിക്കും, 0 ആകുമ്പോൾ ഓൺ ആവും. അപ്പം നമുക്കിവിടെ വേണേൽ ഓൺ ഓഫ് സ്റ്റേറ്റുകൾ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. അതുമ്പോൾ ഞാൻ ഇത് ചെയ്തു. ഇപ്പം ഒരു ബട്ടൺ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് അടുത്ത റിലേ വെക്കണമെങ്കിൽ, അടുത്ത ബട്ടൺ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ബട്ടൺ ഇതേപോലെ തന്നെ ആഡ് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ സെലക്ട് ചെയ്യാൻ പറയും. ഇപ്പോൾ ഓൾറെഡി D3 യൂസ്ഡ് ആണ്. അപ്പോൾ ഞാൻ D4 എടുക്കുന്നു. D4 ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ 1ൽ നിന്നും 0ലേക്ക് കൊടുത്തു. എന്നിട്ട് പുഷിൽ നിന്നും സ്വിച്ചിലേക്കാക്കി. ഇപ്പം ഇവിടെ 2 D3യും D4ഉം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇമെയിൽ ഐ ഡിയിൽ നോക്കണം. ഇമെയിൽ ഐ ഡിയിൽ നമുക്ക് ടോക്കൺ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ടോക്കൺ കോപ്പി ചെയ്തെടുക്കാം. ഹലോ ഗൈസ്, നമ്മൾ കോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കോഡ്. നിങ്ങളിത് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു ലൈബ്രറി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസിൽ പോവുക. ടൂൾസിൽ പോയിട്ട് ഇൻക്ലൂഡ് ലൈബ്രറി, ആഡ് സിപ്പ് ലൈബ്രറി. ഞാൻ ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ബ്ലിങ്ക് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ പോയിട്ട് ആ ലൈബ്രറി ഡൗൺലോഡ് ചെയ്യുക. സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആഡ് സിപ്പ് ഫയൽ കൊടുത്തിട്ട് നമ്മൾ എവിടെയാണോ വന്ന് കിടക്കുന്നത് നമ്മുടെ ഫോൾഡറിനകത്ത്, ഇപ്പോൾ ഡൗൺലോഡ്സിലാണ് വന്നിട്ടുള്ളതെങ്കിൽ ഡൗൺലോഡ്സിൽ പോകുക. ആ ലൈബ്രറി സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പം ഏത് ലൈബ്രറിയാണോ വരുന്നത് ആ ലൈബ്രറി സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ലൈബ്രറി ആടാം. ഓക്കെ, ഞാൻ ഓൾറെഡി ഈ ലൈബ്രറി ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. നിങ്ങൾക്ക് ഏത് ലൈബ്രറിയാണോ വേണ്ടത് നിങ്ങൾ ഈ ലൈബ്രറി ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫയൽസിൽ പോവുക. അല്ലെങ്കിൽ ഈ കോഡ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഫയൽസ് ഇപ്പോൾ എക്സാമ്പിളിൽ പോയതിന് ശേഷം നിങ്ങൾ ബ്ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഈ ബ്ലിങ്കിൽ ചെന്നിട്ട് വൈഫൈ സ്റ്റാൻഡ് ലോൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വൈഫൈ സ്റ്റാൻഡ് ലോണിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കോഡ് കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഫയൽ തന്നിട്ടുണ്ട്. നിങ്ങളിത് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ടോക്കൺ. ഈ ടോക്കൺ നമ്മളിപ്പം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇമെയിൽ ഐ ഡിയിൽ ഉണ്ടാവും ഈ ടോക്കൺ. അപ്പോൾ നമ്മൾ മെയിലിൽ പോയതിന് ശേഷം ടോക്കൺ കോപ്പി ചെയ്തെടുക്കുക. കിട്ടിയ ടോക്കൺ ഇതാണ്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയിൽ, നിങ്ങൾക്ക് ബ്ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ടോക്കൺ അവിടെ പേസ്റ്റ് ചെയ്യുക. ടോക്കണും SSIDയും
പാസ്വേഡും. അതായത് ഓത്ത് ടോക്കൺ നമുക്ക് ഇമെയിൽ ഐ ഡി കിട്ടും. നമ്മൾ ബ്ലിങ്കിൽ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഓത്ത് ടോക്കൺ കിട്ടി. നമ്മളത് ഇവിടെ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് SSID, അതായത് നിങ്ങളുടെ വൈഫൈയുടെ SSID ഇവിടെ കൊടുക്കുക. അതിനുശേഷം ആ വൈഫൈയുടെ പാസ്വേഡ് ഇവിടെ കൊടുക്കുക. അതിന് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോർഡ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസിൽ പോയതിന് ശേഷം ബോർഡ് നമ്മൾ Nodmcu ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ Nodmcu സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കോഡ് നേരെ നിങ്ങൾ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ ബ്ലിങ്കിൽ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഓത്ത് ടോക്കൺ കിട്ടി. നമ്മൾ ഓത്ത് ടോക്കണും SSIDയും പാസ്വേഡും കൊടുത്തുകൊണ്ട് നമ്മൾ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്തു. നമുക്കിനി വേണ്ടത് IFTT എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ വെബ് റിക്വസ്റ്റ് അയക്കുന്നതെന്നാണ്. ഗൂഗിൾ അസിസ്റ്റൻറ്റ് നമുക്ക് ഡയറക്റ്റ് ഒരു ഡിവൈസിലേക്കും കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് വരെ നമ്മൾ യൂസ് ചെയ്യുന്ന IFTT എന്ന് പറയുന്ന ഒരു വെബ് സെർവർ ഉപയോഗിച്ചുകൊണ്ട് ആ വെബ് സെർവർ വഴി നമ്മൾ IoT ക്ലൗഡായിട്ടുള്ള ബ്ലിങ്കിൻ്റെ IoT ക്ലൗഡിലേക്ക് നമുക്ക് വേണ്ടത് എന്താണോ, നമ്മുടെ വോയിസ് കമാൻഡ് എന്താണോ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം IFTTയിൽ എങ്ങനെയാണ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്നത്, ബ്ലിങ്കിൻ്റെ ക്ലൗഡിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് അടുത്തത്. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോർഷൻ, അതായത് തേർഡ് പോർഷൻ. ആദ്യം നമ്മൾ ബ്ലിങ്കിൽ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, രണ്ടാമത് നമ്മൾ കോഡ് അപ്ലോഡ് ചെയ്തു, മൂന്നാമത് നമ്മളിനി ഗൂഗിൾ അസിസ്റ്റൻറ്റും IFTTയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്ലിങ്കിൻ്റെ ക്ലൗഡിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബ്ലിങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ കോഡ് അപ്ലോഡ് ചെയ്തു. ഇനി നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് എങ്ങനെയാണ് എനേബിൾ ചെയ്ത് നമ്മൾ ബ്ലിങ്കിൻ്റെ ക്ലൗഡിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന IFTT എന്ന് പറയുന്ന ഒരു വെബ് സർവീസാണ്. അപ്പോൾ നമ്മൾ നേരെ IFTTയിലേക്ക് പോവാം. IFTTയിൽ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരുടെ IFTTയുടെ വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും. നമ്മൾ വെബ്സൈറ്റിൽ ചെന്നതിന് ശേഷം നിങ്ങൾ ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം എനിക്ക് ഓൾറെഡി ഇതിനകത്ത് അക്കൗണ്ട് ഉണ്ട്. അതിൽ നിങ്ങൾ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൈ ആപ്ലെറ്റ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പം മൈ ആപ്ലെറ്റ്സിലേക്ക് ചെല്ലുക. ആപ്ലെറ്റ്സുകളാണ് നമ്മുടെ വോയിസ് കമാൻഡ് ഡിറ്റക്റ്റ് ചെയ്യും. ആ വോയിസ് കമാൻഡും നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നതും തമ്മിൽ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബ്ലിങ്കിൻ്റെ ക്ലൗഡിലേക്ക് മെസ്സേജ് അയക്കുന്നത്. അതായത് നമ്മൾ കമാൻഡ് കൊടുത്തു, ആ കമാൻഡ് പ്രോസസ്സ് ചെയ്തു, അത് ശരിയാണെങ്കിൽ ആ കമാൻഡിന് ആഫ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ എന്ന് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ IFTT ആണ് അയച്ചു കൊടുക്കുന്നത്. ഗൂഗിൾ അസിസ്റ്റൻറ്റും IFTTയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൈ ആപ്ലെറ്റ്സിൽ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മൈ ആപ്ലെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൈ ആപ്ലെറ്റ്സിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ഇവിടെ 2 ആപ്ലെറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ലൈറ്റ് ഓഫിന് വേണ്ടിയിട്ടും ലൈറ്റ് ഓണിന് വേണ്ടിയിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു. ക്രിയേറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പുതിയൊരു ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ഞാൻ ക്രിയേറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 ഓപ്ഷനാണ് വരുന്നത്. ഇഫ് ദിസ് പിന്നെ ദെൻ ദാറ്റ്. അതാണ് ഈ IFTT എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം വേണ്ടത് ഇഫ് ദിസ് ആണ്. അപ്പം നമ്മൾ ഇഫ് ദിസ് ക്ലിക്ക് ചെയ്യുക. ഇഫ് ദിസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് സെലക്ട് ചെയ്യുക. ഗൂഗിൾ അസിസ്റ്റൻറ്റ് സെലക്ട് ചെയ്യുന്നു. ഗൂഗിൾ അസിസ്റ്റൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കുറേ ആപ്ലെറ്റ്സുകളുടെ ഡീറ്റെയിൽസ് തരും. അതിൽ നമുക്ക് വേണ്ടത് ആദ്യത്തെയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പറയേണ്ടത്, ആദ്യം നമുക്ക് എന്താണോ നമ്മൾ പറയുന്നത് അതാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത്, അപ്പം ലൈറ്റ് ഓൺ എന്നാണെങ്കിൽ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുക. അതിൻ്റെ ഒരു അനദർ വേ ഓപ്ഷണലാണ്. നമുക്ക് വേറൊരു, അതായത് 2-3 നിങ്ങൾക്ക് കൊടുക്കാം. 2-3 ഇപ്പോൾ ലൈറ്റ് ഓൺ വേണേൽ ലൈറ്റ്സ് ഓൺ, അല്ലെങ്കിൽ ഇപ്പോൾ തേർഡ് വൺ ഫസ്റ്റ് ലൈറ്റ് ഓൺ, അല്ലെങ്കിൽ റൂം ലൈറ്റ് ഓൺ, അങ്ങനെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഓരോ ഇത് 2 ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ ലൈറ്റ് ഓൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാം ഇവിടെ. അത് കഴിയുമ്പോഴത്തേക്കും തിരിച്ചെന്താണ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് തിരിച്ച് തരേണ്ട റെസ്പോൺസ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പം ഞാൻ തിരിച്ച് റിപ്ലൈ ആയിട്ട് ഞാനിവിടെ ഒരു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ക്രിയേറ്റ് ട്രിഗർ കൊടുക്കുന്നു. ഇത് 2 ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കൊടുക്കാം. ഞാൻ 1 കൊടുത്തുള്ളൂ. ഇഫ് കൊടുത്തു. ഇനി ദെൻ ദാറ്റ് എന്താണ് ചെയ്യേണ്ടത്? ദെൻ ദാറ്റിൽ നമ്മളിവിടെ വെബ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് വെബ് ഹൂക്സ്. അപ്പോൾ നമ്മൾ വെബ് ഹൂക്സിൽ പോയിട്ട് നമ്മളിവിടെ വെബ് റിക്വസ്റ്റിന് വേണ്ടി ക്ലിക്ക് ചെയ്യുന്നു, മേക്ക് എ വെബ് റിക്വസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു URL വേണം. അതായത് നമ്മുടെ URL എന്ന് പറയുന്നത് ബ്ലിങ്കിൻ്റെ URL ആണ് കൊടുക്കേണ്ടത്. ബ്ലിങ്ക് എന്ന് പറയുന്ന ആപ്പിൻ്റെ അവരുടെ IoT ക്ലൗഡിൻ്റെ URL ആണ് കൊടുക്കുന്നത്. അതൊരു കോമൺ URL ആണ്. അപ്പോൾ നമുക്ക് HTTP // അത് കഴിയുമ്പോഴത്തേക്ക് IP അഡ്രസ്സ് HTTP // അത് കഴിഞ്ഞിട്ട് 188.166.206.
43. ഇതാണ് നമ്മുടെ ബ്ലിങ്കിൻ്റെ വെബ് സെർവറിൻ്റെ IP അഡ്രസ്സ്. അതിനുശേഷം സിംഗിൾ സ്ലാഷ് എടുത്തതിന് ശേഷം നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ ഓത്ത് ടോക്കൺ ആണ്. സോ നമ്മളിവിടെ ഈ ഓത്ത് ടോക്കൺ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നു. നമ്മൾ ഓത്ത് ടോക്കൺ കോപ്പി ചെയ്തെടുത്തതിന് ശേഷം വെബ് റിക്വസ്റ്റിൻ്റെ കൂടെ കൊടുക്കുക. അതിനുശേഷം സിംഗിൾ സ്ലാഷ് അപ്ഡേറ്റ് കോംപാർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് D3 എന്ന് പറയുന്ന നോഡംസ്യുവിൻ്റെ പിന്നിലാണ്. നമുക്കിവിടെ D3 എന്ന് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, കാരണം GPO പിൻസിനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പം D0 എന്ന് പറയുന്ന ഫസ്റ്റ് 0th പിന്നാണ് നോഡംസ്യുവിനകത്തുള്ള D3 എന്ന് പറയുന്ന പിൻ. അപ്പം ഞാനിവിടെ D0 എന്ന് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ ഈ ഗെറ്റ് മാറ്റി പുട്ട് കൊടുക്കണം. കണക്ഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ജാസൺ ആണ്. അതിനുശേഷം ബോഡിയിൽ നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 അതായത് നമ്മൾ ഓണാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഓണാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 0 ആണ് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ 0 വരുമ്പോഴാണ് നമ്മുടെ സിസ്റ്റം ഓൺ ആവേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ആക്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിന് മുമ്പ് എനിക്കൊരു ജസ്റ്റ് ഒന്ന് മിസ്സായി, കാരണം നമ്മൾ ഇത് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ ഞാനിവിടെ അപ്ഡേറ്റ് ആക്ഷൻ കൊടുത്തു കണ്ടിന്യൂ ചെയ്യുന്നു. ഫിനിഷ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഓണിൻ്റെ നമ്മൾ ചെയ്തു. നമുക്കിനി വേണ്ടത് എഗെയിൻ നമുക്കിനി ഓഫിൻ്റെ വേണം. അപ്പോൾ മൈ ആപ്ലെറ്റ്സിൽ പോവാം. ഓണിന് വേണ്ടി ചെയ്തു, ഇനി നമുക്കിനി ഓഫിന് വേണ്ടി ചെയ്യണം. അപ്പം നമ്മളിവിടെ ആഡ് കൊടുത്തിട്ട് നമ്മൾ എഗെയിൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആദ്യത്തേത് സെലക്ട് ചെയ്ത് ഇവിടെ എന്താണ് ലൈറ്റ്സ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ലൈറ്റ് ഓൺ എന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റ് ഓഫ് എന്നാക്കി ഓക്കെ എന്ന് പറഞ്ഞൊരു റിപ്ലൈ ഇങ്ങോട്ട് തന്നു. അത് കഴിഞ്ഞ് ക്രിയേറ്റ് ട്രിഗർ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓപ്ഷണൽ. ഇഫ് ദെൻ ദാറ്റിൽ നമ്മൾ വെബ് ഹൂക്സ് സെലക്ട് ചെയ്യുന്നു, വെബ് റിക്വസ്റ്റ് സെലക്ട് ചെയ്യുന്നു. വെബ് റിക്വസ്റ്റിൽ നമ്മൾ URL കൊടുക്കണം. ഞാൻ നേരത്തെ കോപ്പി ചെയ്തെടുത്തിരുന്നു. അപ്പം ഞാൻ അവിടെ URL കൊടുത്തതിന് ശേഷം ഗെറ്റ് മാറ്റി പുട്ടാക്കുന്നു. ഇവിടെ ആപ്ലിക്കേഷൻ ചേസിനാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കൊടുക്കേണ്ട സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 1 ആണ്, അതായത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത് ഞാൻ ക്രിയേറ്റ് ആക്ഷൻ കൊടുത്ത് അപ്ഡേറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ആൽഫബറ്റ്സിനകത്ത് നമുക്ക് 2 ഉണ്ട്. നമുക്ക് LED ഓഫിനുള്ളതും നമുക്കിവിടെ ലൈറ്റ് ഓഫിനും ലൈറ്റ് ഓണിനും ഉള്ള കമാൻഡുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, കാരണം നമ്മളിപ്പോൾ ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബ്ലിങ്ക് ആപ്പ് വഴി നമ്മൾ ബട്ടൺ ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ നിന്നും നമുക്ക് വോയിസ് കമാൻഡ് കൊടുത്തുകൊണ്ട് ഇത് ഓൺ ആവുകയും ഓഫ് ആവുകയും നോക്കാം. അപ്പോൾ നമ്മൾ ഓൺ ആക്കാനും ഓഫ് ആക്കാനുമുള്ള 2 വെബ് റിക്വസ്റ്റുകൾ നമ്മൾ IFTT വഴി ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടും ഇതിനകത്തുള്ള നിങ്ങളുടെ അക്കൗണ്ടും നിങ്ങളുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റിലുള്ള അക്കൗണ്ടെല്ലാം സെയിം ആക്കി വെക്കുക, എല്ലാം സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ കോഡ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മൾ സർക്യൂട്ടും ചെയ്തു. നമ്മൾ ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് റിലേയിൽ നിന്നും. അതേപോലെ തന്നെ നമ്മൾ നോഡംസ്യുവിൻ്റെ D3 എന്ന് പറയുന്ന പിന്നിൽ നിന്നും റിലേയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിലേക്ക് 5 വോൾട്ട് സപ്ലൈ കൊടുക്കണം, VCCയും ഗ്രൗണ്ടും. അത് നമ്മൾ എടുത്തിരിക്കുന്നത് ഓർഡിനോയുടെ 5 പിന്നിൽ നിന്നാണ്. നിങ്ങൾക്ക് വേറെ 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡാപ്റ്റർ കണക്ട് ചെയ്യേണ്ടത്. അഡാപ്റ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓർഡിനോയിൽ നിന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ ഓർഡിനോ 5 വോൾട്ട് കൊടുത്ത് റിലേ ഓൺ ആവും. ഇതിൽ നിന്ന് കൊടുക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് സക്സസ് ആയിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ അസിസ്റ്റൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓഫ്.